ഗാസയിലെ ക്രൂരതയ്ക്ക് ഇസ്രയേലിന് പണി കിട്ടുന്നുണ്ടോ? പണി കിട്ടുന്നുണ്ടെന്ന് വേണം കരുതാൻ. എന്നാൽ ദുഃഖകരമായ വസ്തുത, എവിടെ സംഘർഷമുണ്ടായാലും യുദ്ധമുണ്ടായാലും ദുരിതം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന ഭരണാധികാരികളല്ല അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത്. ഗാസയിൽ വരുത്തിവെച്ച പ്രവൃത്തികൾക്ക് ഇസ്രയേലിന് പണി കിട്ടിത്തുടങ്ങി. തെക്കൻ ടെല്ലവീവിൽ 3 ബസ്സുകളാണ് പൊട്ടിത്തെറിച്ചത്. ആളൊഴിഞ്ഞ ബസ്സുകളിലാണ് സ്ഫോടനം ഉണ്ടായത്. ഭീകരാക്രമണമാണെന്നും ഇസ്രയേൽ പോലീസ് പറയുന്നു. വ്യാഴാഴ്ച രാത്രിയാണ് ബാറ്റ്യാം നഗരത്തിൽ സ്ഫോടനം ഉണ്ടായത്. സംഭവത്തിൽ ആളപായമില്ല. മറ്റ് 2 ബസ്സുകളിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചില്ലെന്നും ഇസ്രയേൽ പോലീസ് അറിയിച്ചു. പാർക്കിംഗ് ഏരിയയിൽ കിടന്ന ബസ് സ്ഫോടനത്തിൽ കത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ടെലവീവിൽ കൂടുതൽ ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും പോലീസ് വക്താവ് അറിയിച്ചു. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംശയകരമായ ബാഗുകളോ വസ്തുക്കളോ ശ്രദ്ധിക്കണമെന്നും പോലീസ് അറിയിച്ചു. പൊട്ടിത്തെറിക്കാതിരുന്ന സ്ഫോടക വസ്തുക്കളിൽ ഒന്നിൽ തുൽക്കാമിൽ നിന്നുള്ള പ്രതികാരം എന്നെഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഒരു പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. വെസ്റ്റ് ബാങ്കിലെ നഗരമാണ് തുൽക്കാം. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് സ്ഫോടനം നടത്തിയതെന്നും മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നു. മാസങ്ങളായി വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുന്നു. തുൽക്കാം, ജെനിൻ മേഖലകളിലാണ് പ്രധാനമായും ആക്രമണം നടത്തുന്നത്. പരിശോധന ശക്തമാക്കിയതോടെ നൂറുകണക്കിന് പലസ്തീനികളാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ടെലവീവിലെ സ്ഫോടനത്തിന് പിന്നാലെ ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടു. ടെലവീവിലേത് ഭീകരാക്രമണമാണെന്ന സംശയത്തെ തുടർന്നാണ് വെസ്റ്റ് ബാങ്കിലെ സൈനിക നടപടിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തില്ല. സ്ഫോടനത്തെ തുടർന്ന് രാജ്യത്തെ സുരക്ഷ വർദ്ധിപ്പിച്ചു. രാജ്യത്തുടനീളം ബസ്, ട്രെയിൻ സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തു. ബസ്സുകളിൽ സ്ഫോടന പരമ്പരയാണ് ലക്ഷ്യമിടുന്നത് എന്ന സംശയത്തെ തുടർന്നായിരുന്നു നടപടി. വെസ്റ്റ് ബാങ്കിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ സൈനിക നടപടി ശക്തമാക്കാനും നെതന്യാഹു IDFന് നിർദ്ദേശം നൽകി. സ്ഫോടനം തടയാൻ ഇസ്രായേൽ നഗരങ്ങളിൽ മുൻകരുതൽ ശക്തമാക്കാനും നെതന്യാഹു ഇസ്രായേൽ പോലീസിനും സുരക്ഷാ സേനയ്ക്കും നിർദ്ദേശം നൽകിയതായി CNN റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ പ്രഖ്യാപനം ഉയർത്തിയ വിവാദ കൊടുങ്കാറ്റിനിടയിൽ വലിയൊരു ഓഫർ ഇസ്രയേലിന് മുന്നിൽ വെച്ചിരിക്കുകയാണ് ഹമാസ്. അവശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാമെന്ന ഓഫറാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത്. വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിൽ ഒരുമിച്ച് ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാമെന്നാണ് ഹമാസ് പറയുന്നത്. പകരം ഇസ്രയേൽ സേനയെ പൂർണ്ണമായും ഗസയിൽ നിന്ന് പിൻവലിക്കണം. ഒപ്പം ഗസയിൽ സ്ഥിരമായ വെടിനിർത്തലിനും ഇസ്രയേൽ തയ്യാറാവണം. ഹമാസിന്റെ ഓഫർ ഇസ്രയേൽ സ്വീകരിക്കുമോ? ലോകം ഉറ്റുനോക്കുന്നത് അതിലേക്കാണ്. ഹമാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹമാസിന്റെ ഓഫർ യുദ്ധത്തിന്റെ ഗതി മാറ്റുമോ എന്നാണ് ലോകം നിരീക്ഷിക്കുന്നത്. യുദ്ധം വീണ്ടും ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹമാസ് പുതിയ ഓഫർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഹമാസിന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ ഇസ്രയേൽ ആശയക്കുഴപ്പത്തിലാണോ? റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെയാണ്. പ്രപ്പോസൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഹമാസ് വക്താവ് താഹിർ അൽ നൂനു അറിയിച്ചതായി AFP റിപ്പോർട്ട് ചെയ്യുന്നു. 59 ഇസ്രയേലി ബന്ദികളെയാണ് ഇനി മോചിപ്പിക്കാനുള്ളത്. 35 ബന്ദികളുടെ ജീവൻ നഷ്ടമായി. വരും ദിവസങ്ങളിൽ വെടിനിർത്തൽ കരാർ തുടരുന്നതിനുള്ള ചർച്ചകൾ തുടങ്ങുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അറിയിച്ചു.